Hi students, welcome to ComWorld with SKS. Let me introduce myself. I am S. Suresh Kumar, working as HSST in Commerce, St. Peter's HSS Kolancheri, which is in Ernakulam district, Kerala. ഈ യൂട്യൂബ് ചാനൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കൊമേഴ്സിലെ +1 +2 ക്ലാസ്സുകളിലെ കൊമേഴ്സ് കോർ വിഷയങ്ങളായിട്ടുള്ള ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ അക്കൗണ്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഇയറിൽ ബിസിനസ് സ്റ്റഡീസും ഫസ്റ്റ് ഇയറിൽ അക്കൗണ്ടൻസിയും അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലെ ബിസിനസ് സ്റ്റഡീസും സെക്കൻഡ് ഇയറിൽ അക്കൗണ്ടൻസിയും അതിൻ്റെ തന്നെ സബ് ഡിവിഷനായിട്ടുള്ള പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു എഡ്യൂക്കേഷണൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളത് എൻജോയ് ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. കഴിവതും വളരെ ലഘുവായിട്ടുള്ള ഒരു പഠന രീതിയിലൂടെ കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. So students, hope you will surely enjoy the session. So today we are going to discuss the second year accountancy first chapter, that is accounts for non-profit making organization. The topic we are discussing here is meaning of income and expenditure account and how to prepare income and expenditure account from receipts and payments account. So here we are moving to the topic. Thank you. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് അത് ഏതിൽ നിന്നാണോ തയ്യാറാക്കിയത് ആ അക്കൗണ്ടിനെ കുറിച്ചുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന അവരുടെ ഒന്നാമത്തെ അക്കൗണ്ടിൽ നിന്നാണ്. സോ അതിനെ സോഴ്സ് ആക്കിക്കൊണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ വർഷാവസാനം തയ്യാറാക്കുന്നത്. ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്ന റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് അവരുടെ ക്യാഷ് ബുക്കിന്റെ സമ്മറിയാണ്. സോ ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. ഡെയിലി ബേസിൽ ബാലൻസ് ചെയ്ത് സൂക്ഷിക്കുന്ന അവരുടെ സുപ്രധാനമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ടുള്ള ക്യാഷ് ബുക്കിനെ വർഷാവസാനം സമ്മറൈസ് ചെയ്ത് അതിലുള്ള എല്ലാ റെസീപ്റ്റ്സുകളും എല്ലാ പേയ്മെന്റ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ അക്കൗണ്ടാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. അതൊരു സമ്മറി ഓഫ് ക്യാഷ് ബുക്കാണ്, അതൊരു റിയൽ അക്കൗണ്ടാണ്. ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാഷ് ഇൻ ഹാൻഡോ അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്കോ എന്ന് പറയുന്ന നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് വെച്ചുകൊണ്ടാണ്. അത് എൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെയാണ്. ഈ അക്കൗണ്ടിൻ്റെ റിസൾട്ടൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് ഒന്നുകിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആകാം അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ആവും. ഈ അക്കൗണ്ടിൽ എല്ലാ ക്യാഷ് റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ റവന്യൂ നേച്ചറുള്ള റെസീപ്റ്റ്സും എല്ലാ ക്യാപിറ്റൽ നേച്ചറുള്ള റെസീപ്റ്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ റെസീപ്റ്റ് സൈഡ് നമ്മൾ പൂർത്തിയാക്കുന്നത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് സൈഡ് അഥവാ ക്രെഡിറ്റ് സൈഡ്. അതിലും നമ്മൾ എല്ലാ ക്യാഷ് പേയ്മെൻറ്റ്സും എന്ന് പറഞ്ഞാൽ എല്ലാ റവന്യൂ നേച്ചറുള്ള പേയ്മെൻറ്റ്സും എല്ലാ ക്യാപിറ്റൽ നേച്ചറുള്ള പേയ്മെൻറ്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ പേയ്മെൻറ്റ് സൈഡ് കംപ്ലീറ്റ് ആക്കുന്നത്. ഈ അക്കൗണ്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പ്യുവർലി ക്യാഷ് ബേസിൽ തയ്യാറാക്കുന്നതുകൊണ്ട് ഒരിക്കലും ഇതിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യുന്നില്ല. അത് പ്രീവിയസ് ഇയറിലെ റെസീപ്റ്റ്സ് ആയിക്കോട്ടെ, കറണ്ട് ഇയറിലെ റെസീപ്റ്റ്സ് ആയിക്കോട്ടെ, നെക്സ്റ്റ് ഇയറിലെ റെസീപ്റ്റ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ പേയ്മെൻറ്റ് ആയിക്കോട്ടെ, കറണ്ട് ഇയർ പേയ്മെൻറ്റ് ആയിക്കോട്ടെ, നെക്സ്റ്റ് ഇയറിലെ ഫ്യൂച്ചർ പേയ്മെൻറ്റ് റിസീവ്ഡ് മീൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഈ അക്കൗണ്ടിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നു. അതിനകത്തൊരു വേർതിരിവ് നമ്മൾ കാണിക്കുന്നുമില്ല. സോ ഇതിൽ നിന്നാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നത്. സോ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സോ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. സോ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന അവരുടെ ഒന്നാമത്തെ ഡോക്യുമെന്റിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റിന് വിധേയമാക്കിക്കൊണ്ട് തയ്യാറാക്കുന്ന അവരുടെ രണ്ടാമത്തെ അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സോ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഓക്കെ സ്റ്റുഡൻസ്, വി വിൽ നൗ മൂവ് ഓൺ ടു ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. How it is prepared, what are the features? It is usually prepared in T form, that is an account having two sides are termed as T format. One for debiting the revenue expenses and the other for crediting the revenue incomes. That means revenue expenses are debited and revenue incomes are credited. So that is why it is having a T format. And the second point we had to notice regarding the income and expenditure account is it is a nominal account. So we have to debit all expenses and losses and credit all incomes and gains. So here we are debiting the revenue expenses and we are crediting the revenue incomes.
അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ റവന്യൂ എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്നു, റവന്യൂ ഇൻകംസ് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നു. ദിസ് അക്കൗണ്ട് ഈസ് ഹാവിങ് നോ ക്ലോസിംഗ് ബാലൻസ്. ബാലൻസ് ഉണ്ട്, പക്ഷേ ആ ബാലൻസിനെ നമ്മൾ ക്ലോസ് ചെയ്ത് ക്യാപിറ്റൽ ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. The balance will be either surplus or deficit. Whatever may be, it is transferred to capital fund. സർപ്ലസ് എപ്പോഴാണ് വരുന്നത്? ക്രെഡിറ്റ് ചെയ്തേക്കുന്ന റവന്യൂ ഇൻകംസ് റവന്യൂ എക്സ്പെൻസസിനേക്കാളും കൂടി നിൽക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു സർപ്ലസ്. നേരെ തിരിച്ച് റവന്യൂ എക്സ്പെൻസസ് മൈനസ് റവന്യൂ ഇൻകംസ് വിൽ ലീഡ് ടു ഡെഫിസിറ്റ്. ദാറ്റ് ഈസ് excess of revenue expenses over revenue incomes will lead to deficit, and excess of revenue incomes over revenue expenses will lead to surplus. Both surplus and deficit will be transferred to capital fund in the balance sheet. When it is surplus, capital fund will be added with the surplus. When it is deficit, capital fund will be deducted with the deficit amount. Okay. The fourth point regarding the income and expenditure account is only current year revenue items are recorded here. That means current year revenue receipts as well as current year revenue payments need to be recorded in the income and expenditure account. Previous yearലെയും ഫ്യൂച്ചർ ഇയറിലെയും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിൽ കിടക്കുന്ന ഐറ്റംസ് ഒഴിവാക്കിക്കൊണ്ട് കറണ്ട് ഇയറിലെ മാത്രം റവന്യൂ ഇൻകംസും കറണ്ട് ഇയറിലെ മാത്രം റവന്യൂ എക്സ്പെൻസസും രേഖപ്പെടുത്തുന്ന ഒരു അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഈ ഫോർമാറ്റ് നോക്കി. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നമുക്കറിയാം. റെസിപ്റ്റ് സൈഡ് പ്രീവിയസ് ഇയറിലെ റെസിപ്റ്റ്സ് വരാം, കറണ്ട് ഇയറിലെ റെസിപ്റ്റ്സ് വരാം, നെക്സ്റ്റ് ഇയറിലെ റെസിപ്റ്റ്സും വരാം. അതുപോലെ പേയ്മെൻറ്റ് സൈഡിൽ പ്രീവിയസ് ഇയറിൻ്റെ പേയ്മെൻറ്റ്സ് വരാം, കറണ്ട് ഇയറിലെ പേയ്മെൻറ്റ്സ് വരാം, നെക്സ്റ്റ് ഇയറിലെ പേയ്മെൻറ്റ്സും വരാം. ഇതിൽ നിന്നും നമ്മൾ ഏതൊക്കെ നീക്കം ചെയ്തുകൊണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രീവിയസ് ഇയറും ഒഴിവാക്കുന്നു, നെക്സ്റ്റ് ഇയറിലെ റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും ഒഴിവാക്കിയിട്ട് കറണ്ട് ഇയറിലെ മാത്രം സെലക്ട് ചെയ്ത് അത് മാത്രം തിരഞ്ഞെടുത്ത് കറണ്ട് ഇയറിലെ ഇൻകവും കറണ്ട് ഇയറിലെ എക്സ്പെൻസും മാത്രം പരിഗണിച്ചുകൊണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് വരുമ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നിന്നുള്ള പ്രീവിയസ് ഇയറിലെയും നെക്സ്റ്റ് ഇയറിലെയും കണക്കുകൾ ഒഴിവാക്കിയതിന് ശേഷം കറണ്ട് ഇയറിലെ മാത്രം റവന്യൂ റെസിപ്റ്റ്സും കറണ്ട് ഇയറിലെ മാത്രം റവന്യൂ പേയ്മെൻറ്റ്സും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സോടുകൂടി നമ്മൾ രേഖപ്പെടുത്തി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും പ്രത്യേകിച്ച് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് വരുമ്പോൾ certain items have to be adjusted for making it relating to the current year. കറണ്ട് ഇയറിലെ റെസിപ്റ്റ്സും കറണ്ട് ഇയറിലെ പേയ്മെൻറ്റ്സും കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റ്സും പ്രൊവിഷൻസും നമ്മൾ നടത്തുന്നത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഇത്തരം യാതൊരുവിധ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ ചെയ്തിരുന്നില്ല. സോ നമുക്ക് അത്തരം ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സാമ്പിൾസ് എന്തൊക്കെയെന്ന് നോക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകൾ വരാം, പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ വരാം, ഡിപ്രീസിയേഷൻ വരാം, പ്രൊവിഷൻസ് വരാം, അക്രൂഡ് ഇൻകം വരാം, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസും വരാം. അപ്പോൾ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റ്സുകളാണ് നമ്മൾ പൊതുവായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് ഉദാഹരണങ്ങൾ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസും ഡിപ്രീസിയേഷനും പ്രൊവിഷൻസും അക്രൂഡ് ഇൻകവും ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതാത് ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ഇനങ്ങൾ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടി പരിഗണിച്ചുകൊണ്ട് വേണ്ടി മാത്രമേ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദ ഫിഫ്ത്ത് പോയിന്റ് ടു ബി നോട്ടഡ് ഈസ് ദാറ്റ് വി ഹാവ് ടു മേക്ക് സർട്ടൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓർ വി ഹാവ് ടു കീപ് സർട്ടൻ പ്രൊവിഷൻസ് ഫോർ മേക്കിംഗ് ദ ഫൈൻഡിങ് ഔട്ട് ദ കറണ്ട് ഇയർ ഇൻകം ആസ് വെൽ ആസ് കറണ്ട് ഇയർ എക്സ്പെൻസസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. സാലറി ഔട്ട്സ്റ്റാൻഡിങ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ സാലറി പേ ചെയ്തതായിട്ടൊരു 10,000 രൂപ കാണിക്കുന്നുണ്ട്. 10,000 rupees ഈ ഷോൺ ഇൻ ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പേയ്മെൻറ്റ് സൈഡ് ആസ് സാലറി പെയ്ഡ്. ഒപ്പം 1000 രൂപ സാലറി ഇനത്തിൽ ഈ വർഷം ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളതായിട്ട് പിന്നീട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്തതിന് ശേഷം മാത്രം അത് പൂർത്തിയാക്കാൻ സാധിക്കത്തുള്ളൂ. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുന്നില്ല. സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അത് എങ്ങനെ പരിഗണിക്കും നമുക്ക് നോക്കാം. സാലറി എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻസ്. അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻസ് സൈഡിൽ
ഫസ്റ്റ് വി ഹാവ് ടു ഡെബിറ്റ് ദ സാലറി പെയ്ഡ്. എവിടെ നിന്ന് ആ എമൗണ്ട് കിട്ടുന്നു? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ നമുക്കത് കാണാൻ സാധിക്കും. അത് ആദ്യം രേഖപ്പെടുത്തുക. ഒപ്പം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കറണ്ട് ഇയറിലെ ഈ 1000 രൂപ കുടിശ്ശികയും കൂടി സാലറിയുടെ ഒപ്പം പരിഗണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ സാലറി 11,000 ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ടി വരും. സോ ഈ രീതിയിലാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ്സോട് കൂടി ചില ഇനങ്ങൾ നമ്മൾ പൂർത്തിയാക്കി കാണിക്കേണ്ടി വരുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നൗ we will go to the format of an income and expenditure account. This is the format of an income and expenditure account. All revenue expenses are to be debited and all revenue incomes are to be credited. Income credit side വരുന്നു, എക്സ്പെൻസുകൾ ഡെബിറ്റ് സൈഡിലും വരുന്നു. As we have already said, it is a nominal account. ബാലൻസ് എന്ന് പറയുന്നത് ഇൻകം കൂടി നിന്നാൽ സർപ്ലസ്, എക്സ്പെൻസ് കൂടി നിന്നാൽ ഡെഫിസിറ്റ്. ഇത് രണ്ടായാലും നമ്മളത് ക്യാപിറ്റൽ ഫണ്ട്, ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ക്യാപിറ്റൽ ഫണ്ടിലോട്ടാണ് ഇത് അഡ്ജസ്റ്റ്മെന്റിന് വിധേയമാക്കുന്നത്. സർപ്ലസ് അതിനോടൊപ്പം ആഡ് ചെയ്യുമ്പോൾ ഡെഫിസിറ്റ് അതിൽ നിന്നും ഡിഡക്ട് ചെയ്ത് കാണിക്കേണ്ടി വരുന്നു. സ്റ്റെപ്സ് ഇൻ പ്രിപ്പയറിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫ്രം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ചില സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഒരു ക്രമമുണ്ട് അതിന്. ഒന്ന്, we have to omit the opening and closing cash and bank balances of റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ അതിൽ നിന്ന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. അതിവിടെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ക്ലോസിംഗ് ബാലൻസും നമുക്കിവിടെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും നമുക്ക് ഒമിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആദ്യം തന്നെ പരിഗണിക്കുന്നത്. രണ്ട്, we have to identify the revenue expenses of the current year from the credit side of receipts and payments account, and adjustments are to be made, if any, relating to such particular items. Items to be adjusted may relate to outstanding expenses, prepaid expenses, etc. Receipts and payments അക്കൗണ്ടിൻ്റെ പേയ്മെന്റ് സൈഡ് പരിശോധിക്കുക. അതായത് ക്രെഡിറ്റ് സൈഡ്. ആ സൈഡിൽ ഉൾപ്പെട്ടേക്കുന്ന റവന്യൂ എക്സ്പെൻസുകൾ തിരഞ്ഞെടുക്കുക. അതാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അഥവാ എക്സ്പെൻസ് സൈഡിൽ റെക്കോർഡ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ തിരഞ്ഞെടുത്ത് നടത്തുന്ന റവന്യൂ എക്സ്പെൻസിൻ്റെ ഒപ്പം അതാത് എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഏതൊക്കെ ആവാം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്? ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ് തുടങ്ങിയ ഇനങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്നതാണ്. കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇത്തരം എക്സ്പെൻസുകൾ നമ്മൾ കണ്ടെത്തി വി ഹാവ് ടു ഡെബിറ്റ് ഇറ്റ് ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സോ ദാറ്റ് ഈസ് എ സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് ഇതുപോലെ തന്നെ മറുവശം ഉണ്ടല്ലോ. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെസീപ്റ്റുകളാണ് വരുന്നത്. അവിടെ നിന്നും വി ഹാവ് ടു ഐഡന്റിഫൈ ദ റവന്യൂ ഇൻകംസ് ഓഫ് ദ കറണ്ട് ഇയർ. സോ അതിനോടൊപ്പം അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെന്റ്സും കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡ് പൂർത്തിയാക്കാൻ. ഒന്നുകൂടി പറയാം, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നിന്നും റവന്യൂ ഇൻകംസ് കണ്ടെത്തിയിട്ട് കറണ്ട് ഇയർ റവന്യൂ ഇൻകംസ് കണ്ടെത്തിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് അഥവാ ഉണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഏത് സൈഡ് പൂർത്തിയാക്കുക? ക്രെഡിറ്റ് സൈഡ് പൂർത്തിയാക്കുക. അതായത് റവന്യൂ ഇൻകംസ് കാണിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്, ആ സൈഡാണ് പൂർത്തിയാക്കേണ്ടത്. ഇതാണ് തേർഡ് സ്റ്റെപ്പ്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ്, പ്രൊവിഷൻസ് വല്ലതും വയ്ക്കാൻ പറയുന്നുണ്ടെങ്കിൽ പ്രൊവിഷൻസ് നമ്മൾ പരിഗണിക്കണം. ബാഡ് ഡെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടും ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടും വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സും പ്രൊവിഷൻസും ഉണ്ടെങ്കിൽ അതും കൂടി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിനെ ബാധിക്കാത്ത ഇനങ്ങളാണ് ഇപ്പം നമ്മൾ പറയുന്നത്. സോ വി ഹാവ് ടു മേക്ക് ദ പ്രൊവിഷൻസ് ഇഫ് എനി റിഗാർഡിംഗ് ബാഡ് ഡെറ്റ്സ്, ഡിപ്രീസിയേഷൻ എക്സെട്ര, ആൻഡ് ദെൻ വി ഹാവ് ടു ഡെബിറ്റ് ദം ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഡെബിറ്റ് ചെയ്യണം. ബാലൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് വരാം. എപ്പോഴാണ് സർപ്ലസ് വരുന്നത്? വെൻ ദ ഇൻകം സൈഡ് ഈസ് എക്സസ് ഓവർ expense, it will lead to surplus. When the expense side is over and above income, it is deficit. Then surplus is added to capital fund and deficit is deducted from the
capital fund in the balance sheet. Okay. So നമുക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റ്സ് ഉണ്ടാവും, പേയ്മെൻറ്റ് സൈഡ് ക്രെഡിറ്റിലും കാണിക്കുന്നു. എല്ലാ റവന്യൂ റെസിപ്റ്റ്സും എല്ലാ ക്യാപിറ്റൽ റെസിപ്റ്റ്സും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് റെസിപ്റ്റ് സൈഡ് പൂർത്തിയാക്കുന്നത്. അതുപോലെ തന്നെയാണ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എല്ലാ റവന്യൂ പേയ്മെൻറ്റ്സും എല്ലാ ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത്. ഇനി നമുക്കതിനൊരു ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് പോർഷൻ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസോട് കൂടിയാണ് റെസിപ്റ്റ് സൈഡ് ആരംഭിക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആസ് വെൽ ആസ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് അറ്റ് ബാങ്ക്. രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് റവന്യൂ റെസിപ്റ്റ്സ് ഉൾപ്പെടുന്ന പോർഷനാണ്. ശരിയല്ലേ? അതുപോലെ തന്നെ ലാസ്റ്റ് മൂന്നാമത്തെ പോർഷൻ ഡെബിറ്റ് സൈഡിലത് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഉൾപ്പെടുന്നു. തൊട്ട് ഓപ്പോസിറ്റ് സൈഡ് പേയ്മെൻറ്റ് സൈഡിൽ റവന്യൂ പേയ്മെൻറ്റ്സിൻ്റെ ഒരു സെഷൻ വരുന്നു, ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് ഉൾപ്പെടുന്ന രണ്ടാമത്തെ സെഷൻ വരുന്നു, ആൻഡ് അറ്റ് ലാസ്റ്റ് ക്ലോസിംഗ് ക്യാഷ് ബാലൻസും ക്ലോസിംഗ് ബാങ്ക് ബാലൻസും കാണിക്കുന്ന അതിൻ്റെ റിസൾട്ടൻറ്റ് പോർഷനാണ് ആറാമത്തെ പോർഷനായിട്ട്, ടോട്ടലിൽ ആറാമത്തെ പോർഷൻ, അതായത് പേയ്മെൻറ്റ് സൈഡിൽ മൂന്നാമത്തെ പോർഷൻ. ഇങ്ങനെ 6 സെക്ഷൻസ് ആയിട്ട് നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിനെ ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് മാറ്റം വരുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം, ഏതൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണം, എന്തൊക്കെ കൂട്ടിച്ചേർക്കണം എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അവിടെ റെഡിയായി കഴിഞ്ഞു എന്നർത്ഥം. സോ നമുക്ക് നോക്കാം. നമുക്കറിയാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് മാറുമ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള ക്യാഷും ബാങ്കും അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള ക്യാഷും ബാങ്കും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് രണ്ടും നമുക്ക് ആവശ്യമില്ലാത്തൊരു പോർഷൻസ് ആണ്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത 2 ഇനങ്ങളാണ് ഈ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും അഥവാ ബാങ്ക് ബാലൻസും ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് അഥവാ ബാങ്ക് ബാലൻസും. സോ ഇതിനെ ഞാനങ്ങ് റിമൂവ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോണം. പോയി. പിന്നീട് ബാക്കി നിൽക്കുന്ന 4 പോർഷൻസ് ആണ്. ഡെബിറ്റ് സൈഡിൽ റവന്യൂ നേച്ചറിലുള്ള റെസിപ്റ്റ്സ് ഉണ്ട്, ക്യാപിറ്റൽ നേച്ചറിലുള്ള റെസിപ്റ്റ്സ് ഉണ്ട്. പേയ്മെൻറ്റ് സൈഡിൽ റവന്യൂ നേച്ചറിലുള്ള പേയ്മെൻറ്റ്സ് ഉണ്ട്, ക്യാപിറ്റൽ നേച്ചറിലുള്ള പേയ്മെൻറ്റ്സും ഉണ്ട്. സോ അതിൽ നിന്നും നമുക്കറിയാം റവന്യൂ നേച്ചറിലുള്ള പേയ്മെൻറ്റ്സും റവന്യൂ നേച്ചറുള്ള റെസിപ്റ്റ്സും മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് നോക്കാം. നമ്മളിപ്പോൾ ആദ്യം ചെയ്തത് എന്താ? ഒമിറ്റ് ദ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആസ് വെൽ ആസ് ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ്. നമ്മളത് ഒമിറ്റ് ചെയ്തു. ക്ലോസിംഗ് ബാലൻസും അതുപോലെ തന്നെ നീക്കം ചെയ്തു. സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ എന്താ പറഞ്ഞത്? ഓർക്കുക, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡ് പരിശോധിച്ച് റവന്യൂ നേച്ചറിലുള്ള കറണ്ട് ഇയറിലുള്ള എക്സ്പെൻസ് കണ്ടുപിടിച്ച് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള എക്സ്പെൻസ് സൈഡ് ഫില്ല് ചെയ്യാം. ഒന്നുകൂടി പറയാം, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡ് പരിശോധിച്ച് റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻസുകൾ കണ്ടെത്തി കറണ്ട് ഇയറിലത് കണ്ടെത്തി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻസ് സൈഡ് അഥവാ ഡെബിറ്റ് സൈഡ് ഫില്ല് ചെയ്യണം. അതിനോടൊപ്പം അഡ്ജസ്റ്റ്മെൻറ്റ്സും കൂടി നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ടാവും. അതുപോലെ തന്നെ റെസിപ്റ്റ് സൈഡിലെ റവന്യൂ റെസിപ്റ്റ്സിൽ നിന്നും കറണ്ട് ഇയറിലെ റവന്യൂ ഇൻകംസ് കണ്ടെത്തി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡ് അഥവാ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടി വരും. അതിനോടൊപ്പം അഡ്ജസ്റ്റ്മെൻറ്റ്സും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടും വരും. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് പരിഗണിക്കേണ്ടത് റവന്യൂ പേയ്മെൻറ്റ്സിൽ നിന്നുള്ള റവന്യൂ എക്സ്പെൻസും റവന്യൂ റെസിപ്റ്റ്സിൽ കിടക്കുന്ന കറണ്ട് ഇയറിലെ റവന്യൂ ഇൻകംസുമാണ്. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത 2 പോർഷൻ ഇനി ഇതിനകത്തുണ്ടല്ലോ. ഏതൊക്കെയാ? ക്യാപിറ്റൽ നേച്ചറുള്ള റെസിപ്റ്റ്സും ക്യാപിറ്റൽ നേച്ചറുള്ള പേയ്മെൻറ്റ്സും. നമുക്ക് നേരത്തെ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നീക്കം ചെയ്ത പോലെ തന്നെ ഇത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ പോകേണ്ട ആവശ്യമായതുകൊണ്ട്
പോകേണ്ട ഇനമായതുകൊണ്ട് ഇവിടെ നമുക്കങ്ങ് കളഞ്ഞേക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ 2 ഐറ്റത്തിനും പ്രസക്തിയില്ല. സോ ഞാനതും കൂടെ റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ബാലൻസ് നിൽക്കുന്നത് റവന്യൂ പേയ്മെൻറ്റ്സും റവന്യൂ റെസീപ്റ്റ്സും. അതിനകത്ത് കറണ്ട് ഇയറിലെയും അല്ലേ ഫ്യൂച്ചർ ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ റെസീപ്റ്റ് സൈഡിലും കറണ്ട് ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും ഫ്യൂച്ചർ ഇയറിലെയും റെസീപ്റ്റ്സ് ഉൾപ്പെടുന്നതാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഈ 2 സൈഡ് എന്ന് പറയുന്നത്. നമുക്കിതിൽ നിന്നും പേയ്മെൻറ്റ് സൈഡിൽ കിടക്കുന്ന റവന്യൂ പേയ്മെൻറ്റ്സിൽ നിന്നും കറണ്ട് ഇയറിലെ റവന്യൂ എക്സ്പെൻസുകൾ കണ്ടെത്തി അഡ്ജസ്റ്റ്മെൻറ്റ്സും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻസ് സൈഡ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. സോ റവന്യൂ പേയ്മെൻറ്റ്സിൽ നിന്നും കറണ്ട് ഇയറിലെ എക്സ്പെൻസുകൾ കണ്ടെത്തി, റവന്യൂ എക്സ്പെൻസുകൾ കണ്ടെത്തി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻസ് സൈഡ് നമ്മൾ ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ റെസീപ്റ്റ് സൈഡിൽ കിടക്കുന്ന റവന്യൂ റെസീപ്റ്റ്സിൽ നിന്നും കറണ്ട് ഇയറിലെ റവന്യൂ ഇൻകംസ് കണ്ടെത്തി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡും നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫോർമാറ്റ് മാറ്റി വരയ്ക്കുമ്പോൾ, ദാറ്റ് മീൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഹെഡിങ്സിൽ എന്തൊക്കെ മാറ്റം വരുമെന്ന് നോക്കാം. ആ അക്കൗണ്ടിലോട്ട് മാറ്റം വരുമ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർമാറ്റ് വരുന്ന മാറ്റം എന്തൊക്കെയാണ്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഹെഡിങ് മാറി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുവാണ്. ഡെബിറ്റ് സൈഡിലോ റെസീപ്റ്റ് സൈഡിൻ്റെ ഹെഡിങ് മാറിയിട്ട് എക്സ്പെൻഡിച്ചർ ആവും. കാരണം അതൊരു നോമിനൽ അക്കൗണ്ടാണ്, എക്സ്പെൻസുകൾ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പേയ്മെൻറ്റ്സ് എന്നുള്ള ഹെഡിങ് മാറി ഇൻകം എന്നുള്ള ഹെഡിങ് ആയിട്ട് മാറും. അവിടെയാണ് നമ്മൾ റവന്യൂ ഇൻകംസ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഇൻകം സൈഡ്, ക്രെഡിറ്റ് സൈഡാണ്. ദെൻ ഇനി നമുക്ക് നോക്കാം, സൈഡ് മാറുമ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് മാറുമ്പോൾ റവന്യൂ പേയ്മെൻറ്റ്സിൽ നിന്നുള്ള എക്സ്പെൻസുകൾ, കറണ്ട് ഇയർ എക്സ്പെൻസുകൾ, റവന്യൂ എക്സ്പെൻസുകൾ ഡെബിറ്റ് സൈഡിലോട്ടും പോവും. റവന്യൂ റെസീപ്റ്റ്സിൽ നിന്നുള്ള കറണ്ട് ഇയർ റവന്യൂ ഇൻകം കണ്ടെത്തി ഇൻകം സൈഡായിട്ടുള്ള ക്രെഡിറ്റ് സൈഡിലോട്ടും ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ചെറിയൊരു മാറ്റം അക്കൗണ്ടുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. കാരണം ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. സോ ഈ രീതിയിലൊരു ചേഞ്ച് വരും. അപ്പോൾ ഇപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പകുതിയോളം ആയിക്കഴിഞ്ഞു. എക്സ്പെൻസ് സൈഡിൽ റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻസുകൾ നമ്മൾ കറണ്ട് ഇയറിലത് കണ്ടെത്തി ഡെബിറ്റ് ചെയ്യുന്നു. ഇൻകം സൈഡിൽ കറണ്ട് ഇയറിലെ റവന്യൂ ഇൻകംസ് കണ്ടെത്തി ക്രെഡിറ്റും ചെയ്യുന്നു. പ്രത്യേക ഒരു കാര്യം ഓർക്കുക, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കറണ്ട് ഇയറിലതോ മാത്രമല്ല പ്രീവിയസ് ഇയറിലതും അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയറിലതും ഒക്കെ റെസീപ്റ്റ്സിലും പേയ്മെൻറ്റ്സിലും വരാം. അതിൽ നിന്നും നമുക്കാവശ്യം കറണ്ട് ഇയറിലെ മാത്രം എടുക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന ഉദാഹരണത്തിൽ റൗണ്ട് ചെയ്ത ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 3 വർഷത്തതുണ്ട്. 2012 സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട്. 12 അത് പ്രീവിയസ് ഇയർ ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ കറണ്ട് ഇയർ 2013 നെക്സ്റ്റ് ഇയറിൽ 2014 അഡ്വാൻസ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്തായിട്ട് അതിനകത്ത് കാണാം. നമുക്കിതിനകത്ത് നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡ് ഫില്ല് ചെയ്യുമ്പോൾ കറണ്ട് ഇയറിലെ 2013 മാത്രമാണ് അവിടെ എടുക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ എടുക്കാൻ. ഇപ്പോൾ കറണ്ട് ഇയറിലെ റവന്യൂ ഇൻകംസും കറണ്ട് ഇയറിലെ റവന്യൂ എക്സ്പെൻസുകളും മാത്രം പരിഗണിച്ചുകൊണ്ടാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടത്. ഒപ്പം നമ്മൾ പറഞ്ഞു ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സാണ് നമുക്ക് ഡെബിറ്റ് സൈഡിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. എക്സ്പെൻസുകളായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വേണ്ടി വരും അല്ലേ. കൺസേൺഡ് എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ വേണ്ടി വരുന്നു. പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഡിപ്രീസിയേഷൻ ഫിക്സഡ് അസറ്റ്സ് മേൽ കണ്ടെത്തി ഡെബിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി കണ്ടെത്തി നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതും കൂടി ഉൾപ്പെടുമ്പോഴേ എക്സ്പെൻഡിച്ചർ സൈഡ് പൂർത്തിയാവത്തുള്ളൂ. അപ്പോൾ റവന്യൂ എക്സ്പെൻസുകളുടെ ഒപ്പം ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റ്സും കൂടി നടത്തി വേണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് ഇയർ ഇൻകം അഡ്ജസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അക്രൂഡ് ഇൻകംസ് പരിഗണിക്കേണ്ടതായിട്ട് വരുന്നു. അക്രൂഡ് ഇൻകം മീൻസ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പരിഗണിക്കേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ ഇതും കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡും പൂർത്തിയാക്കാനുള്ളത്.
അപ്പോൾ ഇനി നമുക്ക് നോക്കുമ്പോൾ ഇതും കൂടി ഇത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് കംപ്ലീറ്റ് ആയെന്ന് പറയാം. ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇൻകം സൈഡ് കൂടി നിന്ന് കഴിഞ്ഞാൽ എക്സ്പെൻസ് സൈഡിൽ നിന്നും എത്രത്തോളമാണ് ഇൻകം നമുക്ക് കൂടുതൽ വന്നേക്കുന്നത്, ദാറ്റ് പോർഷൻ ക്യാൻ ബി ടേംഡ് ആസ് സർപ്ലസ്. നേരെ തിരിച്ച് എക്സ്പെൻസ് കൂടി നിൽക്കുകയും എക്സ്പെൻസ് സൈഡ് കൂടി നിൽക്കുകയും ഇൻകം സൈഡ് കുറഞ്ഞു നിൽക്കുകയും ചെയ്താൽ ദ ഡിഫറൻസ് വിൽ ബി ടേംഡ് ആസ് ഡെഫിസിറ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ കണ്ട ഫോർമാറ്റ് ഒരു പിക്ചോറിയൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനിലൂടെ പ്രസൻറ്റ് ചെയ്തേക്കുന്നതാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ ചില സ്റ്റെപ്പുകളിലൂടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നിന്നും ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ദ ഫൈനൽ ഫോർമാറ്റിലോട്ട് നമ്മൾ പോവുകയാണ്. ഇപ്പം നമ്മൾ പഠിച്ചത് വെച്ചുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ T ഫോർമാറ്റ്, വിച്ച് മീൻസ് എക്സ്പെൻസസ് ഹാവ് ടു ബി ഡെബിറ്റഡ് ആൻഡ് ഇൻകം ഷുഡ് ബി ക്രെഡിറ്റഡ്. റവന്യൂ നേച്ചർ പ്രത്യേകം ഓർത്തോണം. ഓക്കെ, എക്സ്പെൻസുകളിൽ കറണ്ട് ഇയറിലെ എക്സ്പെൻസുകൾ കണ്ടെത്തി ഡെബിറ്റ് ചെയ്യുന്നു, റവന്യൂ എക്സ്പെൻസസ് കണ്ടെത്തി ഡെബിറ്റ് ചെയ്യുന്നു. ഇൻകം സൈഡിൽ കറണ്ട് ഇയറിലെ റവന്യൂ ഇൻകംസ് കണ്ടെത്തി ക്രെഡിറ്റും ചെയ്യുന്നു. മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഡെബിറ്റ് സൈഡിൽ വരുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസുകളാണ്. അത് കൺസേൺഡ് എക്സ്പെൻസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡ് എക്സ്പെൻസസ് കൺസേൺഡ് എക്സ്പെൻസിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കാണിക്കുക. ദെൻ ഡിപ്രീസിയേഷൻ ഫിക്സഡ് അസറ്റ്സിന്മേൽ കണ്ടെത്തി ഡെബിറ്റ് ചെയ്യണം. പ്രൊവിഷൻ അടക്കം ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ്, ബാഡ് ഡെപ്റ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കണ്ടെത്തി നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ആൻഡ് ഇൻകം സൈഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വരാം? ഇൻകം ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അക്രൂഡ് ഇൻകം വരാം. അത് കൺസേൺഡ് ഇൻകവുമായിട്ട് ആഡ് ചെയ്ത് കാണിക്കുക. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അത് കൺസേൺഡ് ഇൻകത്തിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്തെടുക്കണം. ദെൻ ഇത്രയും കഴിയുമ്പോൾ ഡിഫറൻസ് നമ്മൾ കണ്ടെത്തേണ്ടുന്നു. ദാറ്റ് ഈസ് ദ ആൻസർ, റിസൾട്ട്. So what is the result? Excess of income over expenses will lead to surplus, and on the other hand, excess of expenditure over income will lead to deficit. Clear ആയെന്ന് വിശ്വസിക്കുന്നു. Okay, so this is the format of income and expenditure account. So students, hope you are benefited by the session. നിങ്ങൾക്ക് ഈ സെഷൻ പ്രയോജനകരമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ please like this channel, share this channel, and also please subscribe it. വേറൊരു എപ്പിസോഡുമായിട്ട് വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇനിയും കാണാം. Till then, stay safe. Thank you.